നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദർശനം ചാനലിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് വാരഫലമാണ്. ഈ വാരഫലത്തിൽ 2026 മാർച്ച് മാസം 22-ാം തീയതി ഞായറാഴ്ച മുതൽ മാർച്ച് മാസം 28-ാം തീയതി ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ഒരു പൊതുഫലമാണ് രാശി തിരിച്ച് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില നമുക്ക് പരിശോധിച്ച് നോക്കാം. സൂര്യൻ മീനൻ രാശിയിലാണ്. ചന്ദ്രൻ കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം രാശികളിലൂടെ കടന്നു പോകും. ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിയിലാണ്. ബുധൻ മീനൻ രാശിയിലാണ്. ശുക്രൻ മകരൻ രാശിയിലാണ്. ശനി കുംഭൻ രാശിയിലാണ്. ഗുരു ഇടവൻ രാശിയിലാണ്. രാഹു മീനൻ രാശിയിലാണ്. കേതു കന്നിരാശിയിലാണ്. ഈ ആഴ്ചയുടെ പ്രധാന സ്വഭാവം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ശനി, സൂര്യൻ, രാഹു ഇവയുടെ സ്വാധീനം അതിശക്തമായുള്ള ഒരു കാലഘട്ടമാണിത്. വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ഇടവത്തിൽ, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ സ്ഥിരതയ്ക്ക് പൊതുവെ ഒരു സ്ഥാനമുണ്ട്, അടിസ്ഥാനവുമുണ്ട്. ബുധൻ മീനത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആശയക്കുഴപ്പങ്ങളും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഒരു വൈകിപ്പും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചന്ദ്രഗതി മാനസികമായ ഉയർച്ച താഴ്ചകൾക്ക് സാധ്യതയുണ്ടാക്കുന്ന ഒരാഴ്ചയാണ്. അതിനാൽ ഈ ആഴ്ച ശാന്തമായ ചിന്ത, വൈകാതെയുള്ള തീരുമാനങ്ങൾ, ആത്മീയത ഇവയിലൊക്കെ തന്നെ വിജയമുണ്ടാകാനുള്ള സാധ്യതയും പൊതുവെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യമായി മേടൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും നൽകി ഷെയർ നൽകിയൊക്കെ തന്നെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും തീർച്ചയായും ചാനലിന് വളരെ വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റും പ്രധാനമാണ്. നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന വീഡിയോയ്ക്ക് താഴെ നാളും പേരും പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ തീർച്ചയായും നിത്യവും നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. ഭഗവാന്റെയും ഗുരുദേവൻ്റെയും നാമധേയത്തിൽ ആ കാര്യങ്ങൾ തീർച്ചയായും ഉറപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കാം. വീഡിയോയിലേക്ക് വീണ്ടും വരികയാണ്. മേടൻ രാശി നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം. ഇതാണ് മേടൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ആഴ്ച മേടൻ രാശി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പണം വരും, പക്ഷേ വന്നതുപോലെ ചിലവായി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾക്ക് നേരത്തെ കിട്ടാനുള്ള കുടിശ്ശിക ഉൾപ്പെടെ ലഭിച്ചേക്കാം, പക്ഷേ അതെല്ലാം ഭാഗികമായി മാത്രമേ സംഭവിക്കൂ എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. കുടുംബത്തിൽ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമായി തീരാനുള്ള സാധ്യതയാണ് കാണുന്നത്. വാക്കുകൾ നിയന്ത്രിച്ച് പ്രയോഗിക്കേണ്ടത് അനിവാര്യമാണ്. സാമ്പത്തിക കാര്യങ്ങളിലെ സംശയങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തുറന്നു പറയുകയും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുകയും വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. ജോലിയിലൊക്കെ വളരെ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. പ്രഷർ കൂടാം. അത് പക്ഷേ നിങ്ങൾക്കൊരു പ്രൊമോഷനിലേക്ക് വഴിതിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്നറിയുക. അതുകൊണ്ട് തന്നെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും. ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെ ആ ജോലി കൃത്യമായി ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നൂടെയാണ് പറയാനുള്ളത്. ഈ നാൾക്കാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തികക്കാൽ നക്ഷത്രക്കാർക്ക് നമുക്കൊരു പരിഹാരം കൂടെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ആഴ്ചയൊക്കെ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ തന്നെ അതൊരു ബലവത്തായ ഒരു പരിഹാരമായി മാറും. ചൊവ്വാഴ്ച നിങ്ങൾ തീർച്ചയായും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോവുകയും കഴിവത് വഴിപാട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിന് സാധ്യമാകാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സുബ്രഹ്മണ്യൻ്റെ നാമവും രൂപവും മനസ്സിൽ ധ്യാനിച്ച് എല്ലാ ദിവസങ്ങളിലെയും പ്രഭാതകൃത്യങ്ങളും മറ്റു കാര്യങ്ങളും പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ച വളരെ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. വീണ്ടും നമുക്ക് പരിശോധിക്കാം. ഇടവൻ രാശി നക്ഷത്രങ്ങളാണത്. കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരമര. വ്യാഴത്തിൻ്റെ അനുഗ്രഹം ശക്തമായി നിൽക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരാദി കാര്യങ്ങളിലും ബിസിനസ്സിലൊക്കെ ഇടപെടുന്ന ഈ ഇടവൻ രാശി നക്ഷത്രങ്ങൾക്ക്, അതിൽപ്പെട്ട സാധാരണക്കാർക്കുൾപ്പെടെ വലിയ പ്രയോജനങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ. വീടിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളും
കൂടിയാലോചനകളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു വികസന പ്രവർത്തനമോ പുതുതായി വീട് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയോ നടപ്പാക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ അതിനെക്കുറിച്ചൊരു പൂർണ്ണമായൊരു ധാരണയോ ആലോചനയോ ഒക്കെ തന്നെ ഉണ്ടാകും, വന്നു ചേർന്നേക്കാം, അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ദാമ്പത്യ കാര്യങ്ങളിൽ ഒരു ബന്ധത്തിൻ്റെ അടുപ്പവും സ്നേഹവും കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സമയമാണ്. പുതിയ ഓഫറുകളൊക്കെ വന്ന് നിങ്ങൾക്ക് ജോലിയിൽ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഈ അവസരത്തിലുണ്ട്. എങ്കിലും നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി കിട്ടാൻ വേണ്ടി വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക, അതുപോലെ തന്നെ വിഷ്ണുപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, ഗുരുക്ഷേത്ര ദർശനം ചെയ്യുക, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് വലിയ ഫലത്തെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. വീണ്ടും നമ്മൾ പരിശോധിക്കാം മിഥുനൻ രാശി നക്ഷത്രങ്ങൾ. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ, ഇതാണ് മിഥുനൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ചൊവ്വയുടെ സ്വാധീനം ഈ നക്ഷത്രങ്ങൾക്ക് വളരെ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ചിലവുകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും കേട്ടോ. ആശുപത്രിവാസമോ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്ക് സാമ്പത്തികം വിനിയോഗിക്കലോ കടബാധ്യതയിൽ പെട്ടുപോവുകയൊക്കെ തന്നെ ചെയ്യാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്കുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. സഹോദരങ്ങൾ പരസ്പരം കുടുംബത്തിൽ സംഘർഷങ്ങളുണ്ടാകാനും ബന്ധത്തിൽ അകൽച്ച വന്നു ചേരാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ക്ഷമാപൂർവം കുടുംബജീവിതത്തിൽ ഇടപെടുകയും സഹോദര ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ജോലി രംഗം പരിശോധിച്ചാൽ IT, മീഡിയ, ക്രിയേറ്റീവ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും, പുരോഗതി ഉണ്ടാകുമെന്ന് എടുത്തു പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ 1-2 പരിഹാരങ്ങൾ കൂടെ ഈ സമയത്ത് പറയുകയാണ്. ഗണപതിക്ക് നാളികേരം അടിക്കുന്നതും ഗണപതി പൂജ ചെയ്യുന്നതും വലിയ പ്രീതികരമായ അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ അതെല്ലാം ബുധനാഴ്ച ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഫലത്തെ നൽകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കർക്കിടകൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർതം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കുടുംബത്തിൽ ചെലവ് കൂടാനുള്ള സാധ്യതയുണ്ട്. നന്നായി നിയന്ത്രിച്ചില്ലെങ്കിൽ അതൊരു ബാധ്യതയിലേക്കോ സാമ്പത്തികമായ വലിയ പ്രയാസത്തിലേക്ക് തന്നെ പോയി മാറി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അമ്മയുടെ ആരോഗ്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മാതാപിതാക്കളുടെയോ മാതൃസ്ഥാനത്തുള്ളവരുടെ ആരോഗ്യത്തിൽ, അതുപോലെ തന്നെ മുതിർന്ന മാതൃസ്ഥാനത്തേക്ക് വരുന്ന ആൾക്കാരുടെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ഈ നക്ഷത്രക്കാർ ഒരു വലിയ ശ്രദ്ധ വയ്ക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാവനാപരമായ ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേർന്നേക്കാം. കാര്യം അതൊന്നും ഉള്ളതല്ല. നിങ്ങൾ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്നതോ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ച് കുടുംബത്ത് വന്ന് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി പ്രശ്നങ്ങളായി മാറുന്നതാകും. അതുകൊണ്ട് തന്നെ വാസ്തവമായി അതിനൊരു ബന്ധവുമില്ലാത്തതാണെന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടാൽ ഒരു ചെവി കൊണ്ട് കേൾക്കുക, മറു ചെവിയിലൂടെ അതൊക്കെ ഒഴിവാക്കി വിട്ട് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്ഷമയും മനസാന്നിധ്യവും ഓരോരുത്തരും കാണിക്കേണ്ടതായിട്ടുണ്ട്. വിദേശ ബന്ധമുള്ള ജോലിയിൽ നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാകും. എങ്കിലും ഒരു കാര്യം കൂടെ പറയുകയാണ്, തിങ്കളാഴ്ച നിങ്ങൾക്ക് ശിവന് ധാര ചെയ്യുന്നതും അഭിഷേകം നടത്തുന്നതൊക്കെ തന്നെ തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് വലിയ ഫലത്തെ ചെയ്യും. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ എല്ലാവരും തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും പരിശോധിക്കുന്നത് മകം, പൂരം, ഉത്രം, കാൽ ഇവ വരുന്ന ചിങ്ങൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിക്ഷേപങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജാഗ്രത വേണ്ട സമയമാണ്. കാര്യം നഷ്ടത്തിനുള്ള സാധ്യത വളരെ ഏറെയുള്ളൊരു സമയമാണ്. പിതാവുമായി നിങ്ങൾക്ക് സംഭാഷണങ്ങൾ ഉണ്ടാകേണ്ട സമയമാണ്. നിർണായകമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പിതാവുമായി വലിയ സംഭാഷണങ്ങൾ നടത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ബഹുമാന പുരസ്സരം സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഒരു അനിവാര്യമായൊരു സമയമാണ്. അധികാര സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത ഏത് തൊഴിൽ മേഖലയിലും ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായും അംഗീകാരവും ലഭിക്കുന്നൊരു സമയമാണ് കേട്ടോ. സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഫലത്തെ നൽകുമെന്ന് പറയണം. കന്നിരാശി നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരേര ഇവയാണ് കന്നിരാശി നക്ഷത്രങ്ങൾ. വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളുടെ നിക്ഷേപം കുറഞ്ഞു പോകാനുള്ള സാധ്യത. സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൊക്കെ ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയ സൂചനയുണ്ട് കേട്ടോ. വിദേശത്ത്
നിങ്ങൾ ജോലി തേടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ തന്നെ വിദേശത്ത് ജോലി തേടുന്നവരാണെങ്കിൽ അവരിൽ ആർക്കെങ്കിലുമൊക്കെ തന്നെ അവസരം ലഭിക്കാനും നിങ്ങൾക്ക് തന്നെയും വിദേശ ജോലി നേരിട്ട് ലഭിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഈ അവസരത്തിലുണ്ട്. വിഷ്ണു നാമജപം എല്ലാ ദിവസവും ചെയ്യുന്നത് തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് വലിയ ഫലത്തെ ചെയ്യും. തുലാം രാശി നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിച്ചാൽ ചിത്തിര, അര, ചോതി, വിശാഖ, മുക്കാൽ ഇവയാണ് തുലാം രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ലാഭമുണ്ടാകാനുള്ള സമയമുണ്ട്. സൗഹൃദവും സന്തോഷവും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്നും ഉണ്ടാവും. സാമൂഹികമായി പുതിയ അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വാശ്രയ സംഘങ്ങൾ, ക്ലബ്ബുകൾ, ഓഫീസ് ഉദ്യോഗങ്ങൾ ഇവരൊക്കെ തന്നെ ജനങ്ങളുടെ ഒരു ആരാധനാപാത്രമായി നിങ്ങളൊക്കെ മാറിപ്പോകാനുള്ള സാഹചര്യമുണ്ട് കേട്ടോ. ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ചയുണ്ടാക്കും, കുടുംബപരമായ ഐശ്വര്യവും ഉണ്ടാക്കുമെന്ന് എടുത്തു പറയേണ്ടതാണ്. വീണ്ടും പരിശോധിക്കാം വൃശ്ചികം രാശി നക്ഷത്രങ്ങൾ. വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. സാമ്പത്തിക സ്ഥിരതയുണ്ടാകും, വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല എന്നർത്ഥം. എന്നാലൊരു പുരോഗതി പറയുന്നുണ്ട്. കുടുംബകാര്യങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയുടെ അഭിപ്രായം ശ്രദ്ധിക്കണം, അത് അംഗീകരിക്കാനുള്ള മനസാന്നിധ്യവും കാണിക്കണം, അത് ഗൗരവത്തിലെടുക്കാൻ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സർക്കാർ കാര്യങ്ങളിൽ ഒരു വൈകിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഹനുമാൻ സ്വാമിയെ ജപിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഫലത്തെ നൽകുന്നൊരു സമയമാണ്. വീണ്ടും പരിശോധിക്കാം ധനുരാശി നക്ഷത്രങ്ങൾ. മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. കടങ്ങൾ കുറയ്ക്കാനുള്ള ഒരു നല്ല സമയമാണ് നിങ്ങൾക്കിത്. ഉന്നത പഠനത്തിലൊക്കെ നേട്ടമുണ്ടാകുന്നൊരു സമയമാണ്. ജോലിയിൽ പ്രൊമോഷൻ്റെ സാധ്യതയുണ്ട്. ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ശിവന് പ്രാർത്ഥന നടത്തുന്നതും ഈ നക്ഷത്രക്കാർക്ക് വലിയ ഫലത്തെ നൽകുമെന്ന് പറയേണ്ടതായിട്ടുണ്ട്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് മകരം രാശി നക്ഷത്രങ്ങളാണ്. ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, അര. സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ ശുക്രൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രങ്ങൾക്ക് ഈ സമയത്തുണ്ട്. ആസ്തി, അതുപോലെ പുതിയതായി വരുന്ന നേട്ടങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. വീട് വാങ്ങാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിർമ്മിക്കാൻ്റെ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ജോലിയിൽ സ്ഥിരതയും അതുപോലെ തന്നെ വലിയ മാന്യതയും ഉയർച്ചയും ഒക്കെ തന്നെ ഉണ്ടാകുന്നൊരു സമയമാണ്. ശനിദേവനെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് ഈ അവസരത്തിൽ വലിയ ഫലവും നൽകുമെന്ന് പറയേണ്ടതായിട്ടുണ്ട്. വീണ്ടും പരിശോധിക്കാവുന്നത് കുംഭം രാശി നക്ഷത്രങ്ങളാണ് പ്രധാനമായിട്ടും. അവിട്ടം, അരഭാഗം, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം ഇവയാണ് കുംഭൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ചെലവ് നിയന്ത്രണം അനിവാര്യമായൊരു സമയമാണ്. ദാമ്പത്യത്തിൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക, പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കുക, സഹകരിക്കുക, വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നൊരു സമയമാണ്. എങ്കിലും എള്ളെണ്ണ വിളക്ക് ശാസ്താക്ഷേത്രത്തിൽ തെളിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കുടുംബത്തിനും കുട്ടികൾക്കൊക്കെ തന്നെ ഐശ്വര്യമുണ്ടാക്കും. നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന പല പ്രശ്നങ്ങളും മാറിപ്പോവുകയും തടസ്സങ്ങൾ മാറിയൊടിയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തെ സൃഷ്ടിക്കും. വീണ്ടും പരിശോധിക്കാം മീനൻ രാശി നക്ഷത്രങ്ങൾ. ഊരുരുട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനൻ രാശി നക്ഷത്രങ്ങൾ. രാഹുവിൻ്റെ സ്വാധീനമുണ്ട്, അതുകൊണ്ട് തന്നെ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായി കളവ് പോകാനോ നഷ്ടപ്പെട്ടു പോകാനോ ചതിക്കപ്പെട്ടു പോകാനോ ഒക്കെയുള്ള സാധ്യതയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. കുടുംബത്തിൽ ആത്മീയത വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനം, അതുപോലെ പള്ളികളിലോ ആരാധനാലയങ്ങളിലൊക്കെ പോവുകയും പ്രാർത്ഥന നടത്തുകയും വഴിപാട് നടത്തുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട് കേട്ടോ. ജോലിയിൽ പുതിയതായി ചില രംഗങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. പുതിയ പ്രൊജക്റ്റുകളൊക്കെ നിങ്ങളുടെ മുൻപിൽ വന്നേക്കാം, അല്ലെങ്കിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു മെച്ചവും ജോലിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പരിഹാരവും ഒന്ന് പറഞ്ഞേക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് തീർച്ചയായും, അത് ഇതിൽ നിന്നല്ല, എന്നും ജപിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, എല്ലാ ആൾക്കാരുടെയും ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ മീനൻ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ആഴ്ച വിഷ്ണു സഹസ്രനാമം ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചൊല്ലാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആഴ്ചയിലെ കർമ്മഫല പരിശോധനയുടെ തുടർച്ച നമുക്കൊന്ന് നോക്കിയാലോ. ശനി രാഹു സ്വാധീനം കൊണ്ട് ഈ ആഴ്ച എല്ലാവർക്കും പരീക്ഷണത്തിൻ്റെ കാലമാണ്. വ്യാഴം അനുഗ്രഹിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം, ശാന്തമായ മനസ്സും ധാർമ്മികമായ പ്രവൃത്തിയും ഉറപ്പായ വിജയം നിങ്ങൾക്ക് നൽകും. 1-2 പരിഹാരങ്ങൾ ഈ കൂട്ടം നിർദ്ദേശിക്കുകയാണ് കേട്ടോ എല്ലാ ആൾക്കാർക്കും വേണ്ടി. ശനിയാഴ്ച എള്ളെണ്ണ വിളക്ക് തെളിക്കണം. വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കണം. മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാൻ ഓരോരുത്തരും തയ്യാറാകണം.
അനാവശ്യമായ വാക്കുകളൊക്കെ ഒഴിവാക്കി എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. ദർശനം ജ്യോതിഷ കേന്ദ്രത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.